ഇടുപ്പല്ലിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് സർജറിയിലൂടെയുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലൈഫ് ഹോസ്പിറ്റലിലെ ഹിപ്പ് സ്പെഷ്യലിസ്റ്റും ഓർത്തോപീഡിക് വിഭാഗം സർജനുമായ ഡോക്ടർ ജോസ് തോമസ് പാപ്പനശ്ശേരിയാണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അരക്കെട്ടിൻ്റെ ഒടിവുകൾ, അതായത് പെൽവിക് ഫ്രാക്ചേഴ്സ്. പെൽവിക് ഫ്രാക്ചേഴ്സ് സാധാരണ സംഭവിക്കുന്നത് മേജർ ആക്സിഡൻറ്റ്സ് വഴിയാണ്. അതായത് വണ്ടി അപകടങ്ങൾ, വലിയ ഉയരത്തിൽ നിന്നുള്ള വീഴ്ചകൾ, അങ്ങനെ മേജർ ആക്സിഡൻസിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒടിവുകളാണ് പെൽവിക് ഫ്രാക്ചേഴ്സ്. പെൽവിക് ഫ്രാക്ചേഴ്സ് ഉള്ള ഒരു രോഗിക്ക് സാധാരണയായി ഹെഡ് ഇഞ്ചുറി അഥവാ തലച്ചോറിനുള്ള ഡാമേജ്, നെഞ്ചിലെ വാരിയലുകൾക്ക് പൊട്ടൽ, അതുപോലെ നെഞ്ചിനകത്ത് എയർ ലീക്ക്, ബ്ലീഡിങ്, വയറ്റിലെ അവയവങ്ങൾക്കുള്ള ഡാമേജ്, സ്പ്ലീന്, ലിവർ, ഇവയ്ക്ക് ഡാമേജ്, പിന്നെ ബാക്കിയുള്ള തുടയിൽ പോലുള്ള വലിയ എല്ലുകൾക്കുള്ള ഒടിവുകൾ, ഇങ്ങനെ ധാരാളം ഇഞ്ചുറികൾ ഈ പേഷ്യൻസ് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ രോഗികൾക്ക് മരണനിരക്ക് വളരെയേറെ കൂടുതലാണ്. ആധുനിക ചികിത്സയുടെ ഫലമായിട്ട് ഈ രോഗികളെ ഇന്ന് പലരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രോഗിയെ ട്രോമ സെൻറ്ററിൽ, അതായത് ഒടിവുകളും അതുപോലെ മേജർ ഇഞ്ചുറികളും ട്രീറ്റ് ചെയ്യാൻ, ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പെൽവിക് ഫ്രാക്ചേഴ്സ് അഥവാ അരക്കെട്ടിൻ്റെ ഒടിവുകൾക്ക് ഇന്ന് ശസ്ത്രക്രിയകൾ ധാരാളമായിട്ട് ചെയ്യാറുണ്ട്. സാധാരണ സംഭവിക്കുന്നത് ഈ ഒടിവുകളുണ്ടാകുമ്പോൾ പെൽവിസിന് അഥവാ അരക്കെട്ടിൻ്റെ രണ്ട് ഭാഗം രണ്ടായിട്ട് വിട്ടുപോവുകയും അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡിങ്, ധാരാളം രക്തസ്രാവം ഉള്ളിലുണ്ടാവുകയും ചെയ്യും. അങ്ങനെ രോഗി മരിക്കുന്നത് രക്തം വാർന്ന് അതിൻ്റെ ഫലമായിട്ടാണ് മിക്കവാറും രോഗികൾ മരിക്കുന്നത്. അപ്പോൾ ഈ രക്തം വാർച്ച അഥവാ ബ്ലീഡിങ് നിർത്താനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഈ അരക്കെട്ട്, അകന്നുപോയ അരക്കെട്ട് തമ്മിൽ അടുപ്പിച്ച് ഒരു ബൈൻഡർ കൊണ്ട് ചുറ്റിക്കെട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് ബൈൻഡർ കിട്ടത്തില്ലെങ്കിൽ നല്ലൊരു ബെഡ്ഷീറ്റ് കൊണ്ട് രോഗിയുടെ അരക്കെട്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയാൽ ആ എല്ലുകൾ തമ്മിൽ അടുത്ത് വരികയും ബ്ലീഡിങ് നിൽക്കുകയും അങ്ങനെ അത് രോഗിയെ രക്ഷിക്കുകയും ചെയ്യാം. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ആയിട്ട് ബൈൻഡർ എന്ന് പറയുന്ന ഒരു ബെൽറ്റ് കൊണ്ട് ഈ പെൽവിസ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും. അതിനുശേഷം ബ്ലഡ് കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ നോക്കുകയും ചെയ്തതിന് ശേഷം രോഗിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.